നമസ്കാരം. എറണാകുളം ഒരു വലിയ കാര്യത്തിന് തയ്യാറെടുക്കുകയാണ്. ഒരു ജനാധിപത്യ പ്രക്രിയ. പക്ഷേ ഇതൊരു സാധാരണ ഇലക്ഷൻ വിശകലനമൊന്നുമല്ല കേട്ടോ. കാരണം എറണാകുളത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വോട്ടെടുപ്പ് മാത്രമല്ല, അതൊരു നാടിന്റെ ഉത്സവമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇലക്ഷൻ ഒരു ആഘോഷമായിട്ട് മാറുന്നത്? വാ, നമുക്ക് നോക്കാം. ഈ കാണുന്ന സംഖ്യ കണ്ടോ? 22,71,343. ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇതൊരു വലിയ നമ്പർ അല്ലേ? പക്ഷേ സംഭവം അതല്ല. ഇതൊരു വെറും കണക്കല്ല. എറണാകുളം ജില്ലയിലെ ഓരോ വോട്ടറുടെയും ശബ്ദമാണിത്. ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഒരുമിച്ചൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ആ സംഭവം നമുക്ക് നോക്കാം. അതെ, ആ കാത്തിരിപ്പിന് അവസാനമായി. എറണാകുളത്തെ വോട്ടർമാരെല്ലാം ആകാംക്ഷയോടെ നോക്കിയിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ അത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ചർച്ചകളും പ്രവർത്തനങ്ങളുമൊക്കെയായിട്ട് കാര്യങ്ങൾ അങ്ങ് ഉഷാറാവും. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അങ്ങനെയെല്ലാം ഒരുമിച്ചാണ് നടക്കാൻ പോകുന്നത്. അതായത് ഗ്രാമം തൊട്ട് നഗരം വരെ ഒരേ സമയം. നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ എത്രമാത്രം വലുതാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയല്ലേ? അപ്പോൾ ഈ 2 ഡേറ്റ്സ് നമുക്ക് മനസ്സിൽ വയ്ക്കാം. വോട്ടെടുപ്പ് വരുന്നത് 2025 ഡിസംബർ 9 ഒരു ചൊവ്വാഴ്ചയാണ്. പിന്നെ റിസൾട്ട് അറിയാൻ അധികം കാത്തിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. വെറും 4 ദിവസം. അതെ, ഡിസംബർ 13 ശനിയാഴ്ച തന്നെ ആര് ജയിച്ചു എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടിത്തുടങ്ങും. അപ്പോൾ ഈ ഇലക്ഷനിൽ ശരിക്കും ആരാണ് ഗെയിം ചേഞ്ചർ ആവാൻ പോകുന്നത്? നമ്മൾ ആദ്യം കണ്ട വലിയ നമ്പറില്ലേ, അതിന്റെ പ്രാധാന്യം വരുന്നത് ഇപ്പോഴാണ്. ഈ ജനലക്ഷങ്ങളുടെ പങ്കാളിത്തം എത്ര വലുതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നുകൂടി പറയാം. എറണാകുളം ജില്ലയിൽ മാത്രം 22,71,343 വോട്ടർമാരാണ് വോട്ട് ചെയ്യാൻ റെഡിയായിരിക്കുന്നത്. ഇതൊരു വെറും സംഖ്യയല്ല അല്ലേ? തങ്ങളുടെ നാടിന്റെ ഭാവിയെപ്പറ്റി തീരുമാനമെടുക്കാൻ ഒരുമിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടമാണത്. പക്ഷേ നമ്മുടെ കേരളത്തില്, പ്രത്യേകിച്ച് എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളില് ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു കടമയിലൊതുങ്ങുന്നില്ല. അതൊരു ആഘോഷമാണ്, ഒരു ഉത്സവം തന്നെയാണ്. അതെങ്ങനെയാണ് ഈ ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഇങ്ങനൊരു കൾച്ചറൽ ഫീൽ വരുന്നത്? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതെ, ഒരു സാധാരണ ഇലക്ഷനെ എങ്ങനെയാണ് ഇത്രയും ആവേശമുള്ള ഒരു ഉത്സവമാക്കി മാറ്റാൻ പറ്റുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു ജനാധിപത്യ പ്രക്രിയ ഒരു നാടിന്റെ തന്നെ ആഘോഷമായി മാറുന്നത്? നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ തിരഞ്ഞെടുപ്പ് ദിനങ്ങളെ ഉത്സവ അന്തരീക്ഷമാക്കി മാറ്റും. ഈ ഒരൊറ്റ വാചകത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് വെറുമൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല, മറിച്ച് കേരളത്തിലെ ഇലക്ഷൻ കൾച്ചറിന്റെ ഹൃദയമാണ്. ഈ ഒരു കാഴ്ചപ്പാടാണ് ഇവിടുത്തെ ഇലക്ഷനുകളെ ലോകം മുഴുവൻ ശ്രദ്ധിക്കാൻ കാരണം. ഈ ഒരു ഫെസ്റ്റിവൽ ഫീലിന് പിന്നിൽ കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം. അതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ ആളുകളുടെ ഉയർന്ന പൗരബോധമാണ്. അതായത് തങ്ങളുടെ അവകാശങ്ങളെയും കടമകളെയും പറ്റി അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുമാത്രമല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും ഈ ഇലക്ഷൻ കാണാൻ കാത്തിരിക്കുന്ന വലിയൊരു മലയാളി സമൂഹം തന്നെയുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഇലക്ഷൻ ഒരു ഉത്സവമായി മാറുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ലോകം മുഴുവനുള്ള ആളുകളെ ഈ ഇലക്ഷൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ജനാധിപത്യ ഉത്സവത്തിന്റെ ഓരോ അപ്ഡേറ്റും ലൈവായിട്ട് അറിയാൻ ഒരു വഴി വേണ്ടേ? ഏറ്റവും പുതിയ വിവരങ്ങളൊക്കെ എവിടെന്ന് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ വെബ്സൈറ്റ് അഡ്രസ് ഒന്ന് നോട്ട് ചെയ്തോളൂ. കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online/എറണാകുളം. നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും പ്രശ്നമില്ല. ഈ ഇലക്ഷനെ പറ്റിയുള്ള ഏറ്റവും കറക്റ്റും ഒഫീഷ്യലുമായ എല്ലാ വിവരങ്ങളും ഈ വെബ്സൈറ്റിൽ കിട്ടും. എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അപ്പോൾ നോക്കൂ, കേരളത്തിലെ ഒരു ജില്ലയിൽ നടക്കുന്ന ഒരു ഇലക്ഷൻ. അവിടെ നിന്ന് തുടങ്ങി നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? പൗരബോധവും ജനപങ്കാളിത്തവും എങ്ങനെയാണ് ഒരു ആഘോഷമായി മാറുന്നത് എന്നതിനുള്ള ഒരു ഗ്ലോബൽ എക്സാമ്പിളിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഈ ഒരു വിശകലനം നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മുന്നിലാണ് എത്തിക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ഇലക്ഷനെ വെറുമൊരു രാഷ്ട്രീയ കടമയായി മാത്രം കാണാതെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ജനാധിപത്യത്തിന്റെ ഉത്സവമാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും?